ഹേ ഗൈസ്, ഞാൻ പിന്നെ വന്നു. വേൾഡ് കപ്പിന്റെ ആവേശം ആരവമൊക്കെ ഉയരുന്ന ഈ ഒരു സമയത്ത് കഴിഞ്ഞ ആഴ്ച നമുക്ക് വന്നിട്ടുള്ള നാഷണൽ ടീം ഐക്കൺസ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 3 നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ വീഡിയോയിലേക്ക് പോകല്ലോ. നാഷണൽ ടീം ഐക്കൺസ് വോളിയം 1 എന്ന് പറഞ്ഞിട്ട് ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്ക് വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നതാണ് ഇതിനൊരു പാർട്ട് 2 ഉണ്ടാകും. പക്ഷെ ഒരു പാർട്ട് 3 ഞാൻ ഈ പാക്കിൽ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമുക്ക് നോക്കാം. മൊത്തം 8 പ്ലേയേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ 4 സ്റ്റാർ തന്നെ തുടങ്ങാം. ആദ്യത്തെ ആള് അക്രം അഫീഫ്, ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്. സർപ്രൈസിംഗ്ലി നല്ലൊരു കാർഡ് തന്നെയാണ്. ഒരു വിങ്ങർക്ക് വേണ്ടുന്ന അത്യാവശ്യം എല്ലാ സ്കില്ലും, ഈവൻ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് അടക്കം കൊടുത്തിട്ടുണ്ട്. കളിപ്പിച്ചപ്പോഴും എനിക്ക് അത്ര ഡ്രിബിൾ ചെയ്യാൻ വേണ്ടി വലിയ പാടൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഡ്രിബിൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാർഡായിരുന്നു. അടുത്തത് എന്ന വലൻസിയ, ഒരു ഗോൾ പൗച്ചറാണ്. അത്യാവശ്യം വേണ്ടുന്ന സ്റ്റാറ്റ്സും സ്കിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിക്കിംഗ് പവർ ഉള്ള ഒരു കാർഡാണ്. അത് ഗെയിം പ്ലേയിൽ കാണാനുണ്ട്. എന്തായാലും ഒരു 4 സ്റ്റാർ സ്ട്രൈക്കർ നോക്കി നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ്. ഇനി നമുക്ക് 5 സ്റ്റാർസിലേക്ക് പോകാം. ആദ്യം തന്നെ USA നമ്മുടെ ജുവൻറ്റസിന് മിഡ്ഫീൽഡർ ആയിട്ടുള്ള മെക്കനി, ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ്. അത്യാവശ്യം ബോൾ വിന്നിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓക്കെയാണ്. സ്റ്റാൻഡേർഡ് ഫോമാണ് പക്ഷെ കൊടുത്തിട്ടുള്ളത്. എന്നാലും മിക്ക വീക്കിലും സി ഫോം മിനിമം കിട്ടുന്ന ഒരു കാർഡായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തായാലും അധികം ബെഞ്ച് ചെയ്യേണ്ടി വരില്ല. അഥവാ ബെഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു നല്ലൊരു അഡിഷൻ തന്നെയായിരിക്കും ഈ ഒരു കാർഡ്. സോ ഈ ഒരു കാർഡ് വേണമെന്നുള്ളവർ തീർച്ചയായും ഈ ഒരു കാർഡിലേക്ക് നോക്കാവുന്നതാണ്. അടുത്തത് മാർട്ടിൻ ഒഡേഗാർഡ്, ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ്. ആക്ച്വലി ഈ ഒരു കാർഡിലേക്ക് ഞാൻ അധികം ഇത് നോക്കുന്നില്ല. കാരണം നേരത്തെ നമ്മുടെ നറൂട്ടോ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്ന കാർഡിനും സിമിലർ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ കാർഡുള്ളവർ തീർച്ചയായും ഈ ഒരു കാർഡ് ഇഗ്നോർ ചെയ്യാം. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു കാർഡ് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് കളിപ്പിച്ചാൽ ഫീൽ ചെയ്തില്ല. എന്തായാലും ഓർക്കസ്ട്രേറ്റർ കാർഡിനെക്കാട്ടി വേ ബെറ്ററാണ് ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് മാനുവൽ നോയറിൻ്റെ അറ്റാക്കിംഗ് ഗോൾ കീപ്പർ കാർഡ്. ഈ ഒരു കാർഡിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട. ഒരു പെർഫെക്റ്റ് സ്വീപ്പർ കീപ്പറാണ്. ഫോമാണ് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അത്യാവശ്യം ഗോൾ കീപ്പർക്ക് വേണ്ടുന്ന എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. ഫൈറ്റിംഗ് സ്പിരിറ്റ് മാത്രമേ കുറവുള്ളൂ. സോ ഈ ഒരു കാർഡ് ആരൊക്കെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറെ പ്രിഫർ ചെയ്യുന്ന മാനുവലിന് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിൽ ഈ ഒരു കാർഡ് ധൈര്യമായിട്ട് എടുക്കാം. കാരണം ഈ ഒരു കാർഡ് എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഗോൾ കീപ്പർ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് മാച്ച് അത്ര സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. അടുത്തത് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഈ ഒരു ഓർക്കസ്ട്രേറ്റർ കാർഡ്. ബേസിക്കലി പെഡ്രീൻ്റെ ഓർക്കസ്ട്രേറ്റർ കാർഡിനെ കാട്ടി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു കാർഡാണ്. കാരണം അത്യാവശ്യം നല്ല ബോൾ വിന്നിങ്, നല്ല ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അത്യാവശ്യം ഡ്രിബിൾ ചെയ്യാനുള്ള എബിലിറ്റി. കുറച്ച് ഫ്ലെക്സിബിൾ അല്ലെങ്കിലും എനിക്ക് നല്ല കൺട്രോൾ ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ്. പിന്നെ പോരാത്തതിന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഫിനിഷിങ്ങും ഈ ഒരു കാർഡിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു കാർഡ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഈ ഒരു അക്കൗണ്ടിലേക്ക് ഈ ഒരു കാർഡ് നോക്കുന്നില്ല. കാരണം ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു ഷോർട്ട് ടൈം കാർഡ് ഉണ്ട്. അടുത്തത് ജൂൾസ് കുണ്ടേൻ്റെ ഡിഫൻസീവ് ഫുൾ ബാക്ക് കാർഡ്. എല്ലാ അക്കൗണ്ടിലും കുണ്ടേൻ്റെ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് കാർഡ് ഇപ്പോൾ മസ്റ്റാണ്. കാരണം ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്നുള്ള പ്ലേയിങ് സ്റ്റൈൽ അത്രയും മെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് ആരൊക്കെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ വന്നിട്ടുള്ള ഒരു ഫ്രീ കാർഡ് പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു കാർഡിലേക്ക് നോക്കാം. പ്രീവിയസ് കാർഡ് വെച്ച് നോക്കുമ്പോൾ സ്റ്റാറ്റ്സിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഡിഫൻസീവ് സ്റ്റാറ്റ്സിൽ ചെറിയ വ്യത്യാസവും അതുപോലെ തന്നെ സ്റ്റാമിന, സ്പീഡ്, അങ്ങനെ ചെറിയൊരു പ്ലസ് പോയിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. പെർഫോമൻസ് ഒക്കെ എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവസാനമായിട്ട് അൽഫോൺസോ ഡേവിസിൻ്റെ ഈ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് കാർഡ്. ഡേവിസിനെ കളിപ്പിച്ചവർക്കറിയാം അന്യായ സ്പീഡായിരിക്കും പുള്ളിയുടെ ഓരോ കാർഡും. ഈ ഒരു കാർഡും വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്ലാങ്കിലൂടെ ഓടി കയറാനും ക്രോസ് കൊടുക്കാനും ഒക്കെ പക്കയാണ്. ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു LMF ആയിട്ടാണ് ഞാൻ ഈ കാർഡ് പ്രിഫർ ചെയ്യുന്നത്. അത്യാവശ്യം ക്രോസ് പാമിങ്ങിനൊക്കെ നല്ല രീതിക്ക് യൂസ് ആവും. ഡ്രിബിളിങ്ങും പക്കയാണ്. അത്യാവശ്യം വേണ്ടുന്ന സ്കിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിഫൻസീവ് സപ്പോർട്ട് വേണമെങ്കിൽ അതിനായിട്ടുള്ള സ്കിൽസൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്തായാലും ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഓവറോൾ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് സ്ക്വാഡിലേക്കും ഈസി ആയിട്ട് കയറി പോകുന്ന 6 കിഡിലും പ്ലേയേഴ്സാണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂൾസ് കുണ്ടെ ആയാലും അതുപോലെ തന്നെ ഡിയോങ് ആയാലും മാനുവൽ നോയർ ആയാലും ഏത് സ്ക്വാഡിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് പിടിച്ചിടാൻ അത്രയും നല്ല പെർഫോമൻസ് കിട്ടും. ഒഡേഗാർഡും അത്യാവശ്യം ക്രിയേറ്റീവ് പ്ലേ മേക്കർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അൽഫോൺസോ ഡേവിസ് ആണെങ്കിലും മെക്കനി ആണെങ്കിലും പെർഫോമൻസ് തരുന്ന കാർഡ്സ് തന്നെയാണ്. സോ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാർഡും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബാക്കിൽ നിന്ന് അങ്ങനെ ആരും സെലക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അടുത്തൊരു നല്ല ബാക്ക് വരുന്നൊരു വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഏതെങ്കിലും ഒരു പ്ലെയർ ലാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യുക, മിസ് ചെയ്യരുത്.
പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു പാക്കിൽ നിന്ന് ഈ ഒരു ലെഫ്റ്റ് വിങ്ങർ അഫീഫിനെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. വേറൊരു കാർഡും ഞാൻ അങ്ങനെ പരിഗണിക്കുന്നില്ല. സോ ഇതാണ് ഓവറോൾ ഈ ഒരു പാക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കൂലല്ലോ. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.